ആഡംബരങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് ജയ്പൂരിലെ ആംബർ ഫോർട്ട് അഥവാ അമർ ഫോർട്ട്. കാലങ്ങളോളം രാജ്യഭരണം നടന്നിരുന്നത് ഇവിടെ നിന്നാണ്. ബോളിവുഡ് സിനിമാ പ്രേമികൾക്ക് അമർ ഫോർട്ട് ഒരു പുതിയ കാഴ്ചയല്ല. ജോധ അക്ബർ, ബാജിറാവ് മസ്താനി, മുഗളെ ആസം അങ്ങനെ അനേകം ബോളിവുഡ് ഹിറ്റ്സ് ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. 1592 രാജാ മാൻസിംഗ് ആണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് ഇതൊരു യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റാണ്. ആംബർ ഫോർട്ടിലെ കാഴ്ചകൾ നമ്മളെ ഒരു കാലഘട്ടത്തിന് പിന്നിലേക്ക് കൊണ്ടുപോകും. 2 മെയിൻ എൻട്രൻസ് ആണ് ഇവിടെ ഉള്ളത്. ഈ കാണുന്നത് സൂരജ് പോൾ. നടന്നോ ആനപ്പുറത്തോ വന്നാൽ ഇതാണ് എൻട്രൻസ്. നമ്മൾ വന്നത് ടാക്സിക്കാണ്. അപ്പോൾ വാഹനങ്ങളിൽ വന്നാൽ എൻട്രൻസ് ചാന്ദ് പോൾ ആണ്. എൻട്രൻസിലുള്ള പ്രൈമറി കോർട്ട്യാർഡാണ് ജലേബി ചോക്ക്. പ്രധാന കലാപരിപാടികളും പട്ടാളക്കാരുടെ പരേഡും ഒക്കെ നടക്കുന്നത് ഇവിടെയാണ്. രാജാവും റാണിയും ഈ പടവുകൾ കയറി പരേഡ് കാണാൻ വന്നിരിക്കും. ഇദ്ദേഹമായിരുന്നു നമ്മുടെ ഗൈഡ്. ഇത്തരം ഹിസ്റ്റോറിക് സിഗ്നിഫിക്കൻസ് ഉള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ ഒരു ഗൈഡ് ഉണ്ടാവുന്നത് അത്യാവശ്യമാണ്. ധാരാളം ഇൻട്രസ്റ്റിംഗ് ആയ സംഭവങ്ങളും യുണീക്ക് ഫോട്ടോ സ്പോട്ടുകളും ഒക്കെ ഇവർക്കറിയാം. ജലേബി ചോക്കിൽ നിന്ന് സ്റ്റേഴ്സ് കയറി നമ്മൾ സെക്കൻഡ് കോർട്ട്യാർഡിലെത്തും. ഇതാണ് ദിവാനയാം. സാധാരണ ജനങ്ങൾ റോയൽറ്റീസുമായി സംവദിക്കുന്ന ഒരു ഇടമാണിത്. ഇവിടുത്തെ പില്ലേഴ്സ് ഒക്കെ ഒരു കാഴ്ചയാണ്. ഇതാണ് ഗണേഷ് പോൾ. 3ാമത്തെ കോർട്ട്യാർഡിലേക്കുള്ള എൻട്രൻസ് ഇതുവഴിയാണ്. ഗണേഷ് പോളിന്റെ ഓർണമെന്റൽ ഡിസൈൻ കാണാൻ തന്നെ സൂപ്പറാണ്. ഇവിടെയാണ് ദിവാനെ ഖാസ്. രാജാവ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ് എടുക്കുന്നത് ഇവിടെ നിന്നാണ്. ഇതിന്റെ വാൾസ് എല്ലാം തന്നെ ഇൻട്രിക്കേറ്റ് മിറർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ബെൽജിയം ഇമ്പോർട്ടഡ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ശീഷ് മഹാൾ അഥവാ ഹാൾ ഓഫ് മിറേഴ്സ് എന്ന് അറിയപ്പെടുന്നു. നടുക്കുള്ള ഈ ഗാർഡന്റെ ഓപ്പോസിറ്റ് ഉള്ള സെക്ഷനാണ് സുഖ് നിവാസ്, ദ പാലസ് ഓഫ് പ്ലഷർ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ രാജാക്കന്മാരും റാണിമാരുടെയൊക്കെ ലീലാവിലാസങ്ങൾക്കുള്ള ഏരിയ ആയിരുന്നു ഇത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വളരെ സ്പെഷ്യലാണ്. വാൾസ് ഒക്കെ 2 ലെയറാണ്. ഇതിൻ്റെ ഇടയിലേക്ക് ഈ ചാനലിലൂടെ വെള്ളം എത്തിച്ച് അതുവഴി ഒരു കൂളിംഗ് എഫക്റ്റ് നിലനിർത്തുന്നു. ദിവാനെ ഖാസിന്റെ മുകൾ ഭാഗത്താണ് ജാസ് മന്ദിർ. ഗ്ലാസ് വെച്ചുള്ള ഡെലിക്കേറ്റ് ഫ്ലോറൽ ഡിസൈൻസ് ഉള്ള ഈ ഭാഗം ഒരു ഗസ്റ്റ് എന്റർടൈൻമെന്റ് ഏരിയ പോലെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. മുകളിലത്തെ നിലയിലായതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആണ് ഇവിടുന്ന്.
കൊട്ടാരത്തിന്റെ ഏറ്റവും പഴയ ഭാഗമാണ്. ഇവിടെയായിരുന്നു ആദ്യത്തെ രാജാവ് മാൻസിംഗിന്റെ പാലസ്. റാണിമാരുടെ അന്തപുരങ്ങൾ ഈ ഭാഗത്ത്. ഇതുവഴിയാണ് രാജാവ് റാണിയുടെ റൂമിൽ പോകുന്നത്. ഒരു റൂമിൽ നിന്ന് വേറെ റൂമിലോട്ട് കണക്ഷൻ ഇല്ല. ഓക്കെ, ഒരു സൈഡിൽ 3 റൂം, അങ്ങനെ ഓരോരോ സൈഡിലും 3 റൂം വരും. ഓക്കെ ഓക്കെ, 12 ക്വീൻസ്. അന്തപുരങ്ങളുടെ നടുക്ക് ഈ പവലിയൻ കണ്ടോ? ഇവിടെയാണ് റാണിമാർ സൊറ പറയാനൊക്കെ കൂടിയിരുന്നത്. ഈ കടായിലാണ് ജോധ അക്ബറിൽ ഐശ്വര്യ റായ് ബിരിയാണി ഉണ്ടാക്കിയത്. ആ, ഇതാ ഒറിജിനല്. ഇത് ഐശ്വര്യ റായ് ഉണ്ടാക്കിയത്. ഇത് ഒറിജിനല്. ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ ഇതിവിടെ ഇട്ടേച്ച് പോയി. 5000 പേർക്ക് ഫുഡ് ഉണ്ടാക്കുന്ന സാധനം. ഓ, 1 രൂപ ഇവിടെ ഇട്ടാൽ അക്കൗണ്ടിൽ 1 lakh വരും. ഈ വഴിയിൽ നമുക്ക് ജയ്ഗ ഫോർട്ടിലേക്കുള്ള ഒരു ഓപ്പൺ ആയ പാസേജ് കാണാം. ഈ കോർട്ട്യാർഡിൽ നിന്നുള്ള എക്സിറ്റ് വഴിയാണ് നമ്മൾ ആംബർ ടൗണിലേക്ക് ഇറങ്ങുന്നത്. നമ്മൾ ഇറങ്ങിയപ്പോൾ കണ്ട ഒരു കൗതുകകരമായ കാഴ്ചയായിരുന്നു ഈ പാവകൾ. നമുക്ക് കുറച്ച് സമയം ഇവരോട് സ്പെൻഡ് ചെയ്യാം. Michael Jackson, very beautiful. Great. Joking puppet. Oh, ayo re, bhai, arangilo me man, chora chori pragna samjhe mare. Oh, fayne ke me tera deedar karta hu. Oh, jaan se zyada jaane wale tan pyar karta hu. Meri zindagi mein aaye mera dil ka cheri juraya. Oh, next one. Great. Magic Very good. puppet. Sunday and Monday, Romeo and Juliet. Oh, menu pyar karti. Oh, magic puppet. Oh, देखो बाहर पागल को इशारे में. Oh, रना रनु रे
അങ്ങനെ വൈകുന്നേരമായി നമ്മൾ ആംബർ ഫോർട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങാറായി. അപ്പോൾ ഈ ഈവനിങ് ലൈറ്റിൽ ആംബർ ഫോർട്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. नजरिया नमस्ते मैडम. नमस्ते. स्पेशल फॉर योर फैमिली. ओ सुन ले जरा ओ जाने वाले. സോ എല്ലാവർക്കും നമ്മളുടെ ആംബർ ഫോർട്ട് വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ പേസ്റ്റൽസ് ഓഫ് റെയിൻ.